ബഹുമാനായ തെക്കക്കര ഇമാം സുബൈർ മൗലവി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട PH നൗഷാദ്, PH മജീദ് വട്ടക്കയം, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മുസ്ലിം ലീഗ് നേതാവുമായ KA മുഹമ്മദ് ഹാഷിം, പ്രിയപ്പെട്ട PM അബ്ദുൽ ഖാദർ, നഗരസഭയുടെ മുൻ ചെയർമാൻ PM സിറാജ്, അഭിനന്ദനായ KK ഗ്രൂപ്പിന്റെ ഡയറക്ടർ യാസർ, സ്നേഹം നിറഞ്ഞ അബ്സാർ പുള്ളോലിൽ, പ്രിയപ്പെട്ട സാലി നെടുവിലടത്ത്, VP മജീദ്, ബഹുമാനപ്പെട്ട അബ്സാർ മുൽക്കോലിൽ, ജെയിംസ് ഉന്നേൽ, പ്രിയപ്പെട്ട സെക്രട്ടറി വിപിൻ കുമാർ, ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് MA ഖാദർ, പ്രിയപ്പെട്ട പാർലമെന്ററി പാർട്ടി ലീഡർ CP ബാസിത്ത്, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ സവാദ് അഞ്ചക്കാടൻ, പ്രിയപ്പെട്ട സുബൈർ വെള്ളാപ്പള്ളി, ഷാജിദ വെളിയത്ത്, പ്രിയപ്പെട്ട നഗരസഭ വൈസ് ചെയർപേഴ്സൺ, ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഫാത്തിമ സർ, മറ്റ് നഗരസഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട അഷ്റഫ് മൗലവി, ഏറ്റവും പ്രിയപ്പെട്ട ആസിഫ്, പ്രിയപ്പെട്ട ഷമീർ CP MLA ലോക്കൽ സെക്രട്ടറി, പ്രിയപ്പെട്ട TT മാത്യു വ്യാപാരി വ്യവസായി, പ്രിയപ്പെട്ട യൂസഫ്, പ്രിയപ്പെട്ട ജെയിംസ്, അഡ്വക്കേറ്റ് ജെയിംസ്, സ്നേഹം നിറഞ്ഞ മറ്റ് സഹപ്രവർത്തകർ, സഹോദരി സഹോദരൻ, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട നിഷാദ് അടക്കമുള്ള സഹപ്രവർത്തകർ, ഇവിടെ സ്വാഗതത്തിൽ വളരെ വിശദമായി കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. ഇന്ന് ശനിയാഴ്ചയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്തെ അവസ്ഥ നമ്മളെല്ലാവരും ഒന്ന് ഓർക്കണം. ഇന്ന് കൃത്യം ഒരാഴ്ച പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഈരാറ്റുപേട്ടയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും എന്ന് പറഞ്ഞാൽ 29 വാർഡുള്ളതിൽ 16 വാർഡുകളും വെള്ളം കയറി കടകളിലും വീടുകളിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായ സംഭവത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നിങ്ങളോട് ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇനി ഞാൻ എടുത്തു പറയേണ്ട യാതൊരു കാര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ റോഡിലേക്ക് ഇറങ്ങുകയും ആ സമയം മുതൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോർഡിനേഷൻ നടത്തേണ്ട ഉത്തരവാദിത്വപ്പെട്ട ആൾ എന്ന നിലയിൽ ആ കാര്യത്തിൽ കൃത്യമായ കോർഡിനേഷൻ നടത്തി ഈ നിമിഷം വരെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ന് രാത്രി ഉണ്ടായ പ്രളയം, വാസ്തവത്തിൽ നമ്മളെല്ലാവരും കിടന്നുറങ്ങിയതിനു ശേഷമാണ് ഈ പ്രളയമുണ്ടായി. ആദ്യമായി നമ്മുടെ കൗൺസിലർ ആറ്റു തീരത്ത് താമസിക്കുന്ന ഷാഹിദ എന്നെ വിളിച്ചു പറഞ്ഞു, ചെയർമാനെ, ആറ്റിൽ നിന്ന് വെള്ളം കയറി തുടങ്ങിക്കൊണ്ട് ശക്തമായ മഴയാണ്. സാധാരണ നമുക്കറിയാം 2-3 ദിവസം മഴ പെയ്തിട്ടാണ് വെള്ളം ഈരാറ്റുപേട്ടയിൽ കയറാറുള്ളത്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറി. അപ്പൊ ഞാൻ അന്ന് ഇറങ്ങിയ ഉടനെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശം താഴത്ത് നടക്കുന്ന പ്രദേശമാണ്. അവിടെ വെള്ളം കയറി കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് RRT ഗ്രൂപ്പിൽ മെസ്സേജ് വിടുകയും RRTയുടെ പ്രിയപ്പെട്ട ലീഡർമാരായ ടീം എമർജൻസിയുടെ പ്രസിഡന്റായ അസ്രഫ് കുട്ടിയെയും നന്മക്കൂട്ടത്തിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട ഷാജിയെയും ഗഫൂർ അംഗച്ചിയെയും റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രസിഡന്റായ പ്രിയപ്പെട്ട നമ്മുടെ ആരിഫിനെയും നൗഷാ അടക്കമുള്ള അബ്ദുൽ ഖാനൊക്കെ അടക്കമുള്ള നമ്മുടെ റെസ്ക്യൂ ടീമിന്റെ ഭാരവാഹികളെയാണ് ആദ്യം വിളിച്ചത്. കാരണം മറ്റൊന്നുമല്ല, അവരെ സംബന്ധിച്ച് ഈ നിലയിൽ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നഗരസഭ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തന്നെ നഗരസഭയിൽ RRT മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ഒരു ഗ്രൂപ്പ് അതിനു വേണ്ടി ഫോം ചെയ്യുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്നുള്ള ആക്ഷനിൽ അവര് സത്യത്തിൽ പറഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. അതായത് പലർക്കും അറിയാം, അവരുടെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഇവിടെ സന്തോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ജീവഹാനി വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെയും ഒരു ശരീരത്ത് പോലും ഒരു പോറലേൽക്കാതെ ഇവിടെ ഒരു മനുഷ്യർക്കും ഒരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ ഈ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചതിന്റെ ഏറ്റവും വലിയ ഒരു ബിഗ് സല്യൂട്ട് പ്രിയപ്പെട്ടവരെ ഈ റെസ്ക്യൂ ടീമിന് ഞാൻ നൽകുകയാണ്. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം നമുക്കറിയാം, ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല,
പിറ്റേ ദിവസം വെള്ളം ഇറങ്ങി, ഉച്ചയോടുകൂടി വെള്ളം ഇറങ്ങി. ഈരാറ്റുപേട്ടയിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും, ഒരു പാർട്ടി ഞാൻ എടുത്തു പറയുന്നില്ല, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ, അതുപോലെ തന്നെ അവരുടെ യുവജന സംഘടനകൾ എന്നുവേണ്ട വ്യാപാരി വ്യവസായി, ഇവിടുത്തെ മഹല്ലുകള്, ക്ലബുകള്, എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന് 2-3 ദിവസം കൊണ്ട്, ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ വീടുകളും കടകളും ഒക്കെ ശുചീകരിച്ചു. ആ ഒരു പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ ഈരാറ്റുപേട്ട പൗരാവലിയെ കുറിച്ച് പ്രിയപ്പെട്ട നിഷാദുകൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ ആ പൗരാവലി എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം. അതിൽ ഇവിടെ പറയപ്പെട്ടതുപോലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഇല്ല. അവരൊരു ഫോട്ടോയ്ക്ക് കയറി വന്ന് നിൽക്കുന്ന ആൾക്കാരല്ല. അവരുടെ പേര് അവർക്ക് വെളിയിൽ വരണമെന്നില്ല. ആ നിലയിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അതിന് ആരുടെയെങ്കിലും പേര് ഞാൻ പറഞ്ഞു പോയാൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോകും. അതെനിക്കൊരു വിഷമമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പരാമർശിക്കുന്നില്ല. ആ പേരുകളൊക്കെ അത്യാവശ്യം പ്രിയപ്പെട്ട നിഷാദ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ പൗരാവലിയും ചേർന്ന് നമ്മൾ കാര്യങ്ങൾ കൂടി ആലോചിച്ചു. ഞാൻ ആലോചിക്കാറുണ്ടായ കാരണം എന്താ വെച്ചാല്, ആ വെള്ളം കയറിയ വാർഡുകൾ ഞാൻ പരിശോധിച്ചു. ഈരാറ്റുപേട്ടയിൽ ലൈവായി നിൽക്കേണ്ട മുനിസിപ്പൽ കൗൺസിലർമാർ, പ്രിയപ്പെട്ട ബാസിത്ത്, പ്രിയപ്പെട്ട സുനിൽകുമാർ, പ്രിയപ്പെട്ട അമീൻ പട്ടേൽ, പ്രിയപ്പെട്ട ഷാഹുൽ ചായ്, നമ്മുടെ റാസി, പിന്നെ നമ്മുടെ ഷാജിദ എന്ന് വേണ്ട ഭീമാ നാസർ, റൈന ടീച്ചർ അടക്കം നമ്മുടെ പ്രധാനപ്പെട്ട വാർഡ് കൗൺസിലർമാർ, നമ്മുടെ ജെയിംസ്, അഫ്സാർ, ഇവരുടെ എല്ലാം വാർഡുകളിൽ വെള്ളം കയറി. നഗരസഭ ഇതിന്റെ ഒരു കോർഡിനേഷൻ ഏറ്റെടുത്താൽ, അതിന് ഫോളോ അപ്പ് നടത്താൻ ജലപ്രതിനിധിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പൗരാവലിയുമായി ഡിസ്കഷൻ നടത്തി. അന്ന് ഉച്ചയ്ക്ക് തന്നെ ആ പ്രളയം അനുഭവിച്ച വീടുകളിലേക്ക് 720 വീടുകളിലേക്ക് നമുക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം 4 ദിവസത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് 3 നേരം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് നഗരസഭാ കൗൺസിലർമാരാണ്. ഈ നിമിഷം വരെ ഒരാഴ്ച സമയം, ഒരു ദിവസം 3 നേരം വെച്ച് ഓരോ വാർഡ് കൗൺസിലർമാരും അവരുടെ വാർഡിലെ വീടുകൾ സന്ദർശിച്ചു. ഇവിടെ പല കൗൺസിലർമാരും ഈ ഡെസ്ക് ഹെൽപ്പ് കൗണ്ടർ കാണുന്ന കഴിഞ്ഞ ദിവസമാണ്. അവരും വാർഡിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ പറഞ്ഞു, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഒരു ജനപ്രതിനിധിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച നമ്മുടെ പ്രളയം കടന്നു വന്ന ഈ വാർഡ് കൗൺസിലർമാരാണ്. അവരെ വാർഡിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. ഓരോ വീടുകളിൽ കടന്നു ചെന്ന് ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനെ അതിജീവിക്കുന്നതിനുള്ള ഒരു വലിയ പ്രവർത്തനത്തിലായിരുന്നു. അതിനുശേഷം അതെല്ലാം കാര്യങ്ങൾ നേരെ വന്നു. നമ്മുടെ ക്ലീനിങ്ങും നമ്മുടെ ഭക്ഷണ കിറ്റും ഒക്കെ എല്ലായിടത്തും വിതരണം ചെയ്തു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചറിയാം, ഇനി അടുത്തത് ആളുകളുടെ റീഹാബിലിറ്റേഷൻ ആണ്, പുനരധിവാസമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എ ഖാദർ സാഹിബ് അടക്കമുള്ള വ്യാപാരി വ്യവസായി കമ്മിറ്റി കൂടി 1 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്നും പ്രഖ്യാപനം വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വീടുകളിലേക്ക് നമുക്കറിയാം നിരവധിയായ സംഘടനകൾ സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നീതിപരമായിട്ടുള്ള, അതായത് 720 വീടുകളിലും നമ്മുടെ നഗരസഭാ പൗരാവലിയുടെ ഒരു കൃത്യമായ സഹായം എത്തണമെങ്കിൽ അത് ഈ പൊതു സംവിധാനത്തിൽ വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്യുകയും 720 വീടുകളിൽ മുനിസിപ്പൽ കൗൺസിലർമാരുമായി കൂടിയാലോചിച്ച് ആ വാർഡിൽ ഏറ്റവും അർഹതയുള്ള ആളുകളെ മാത്രം, അതായത് 720 വീടുകളിലും നമുക്ക് വീട്ടുപകരണങ്ങൾ കൊടുക്കേണ്ടതില്ല. അതിൽ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അതിൽ അർഹരായ ആളുകളെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത് 514 വീടുകളിലേക്കുള്ള ഗൃഹോപകരണങ്ങളാണ് നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർ വിട്ടുപോയേക്കാം. സ്വാഭാവികമാണത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അപ്പൊ ആ നിലയിൽ 514 വീടുകളിലേക്കുമുള്ള കിറ്റുകൾ നമ്മളിവിടെ റെഡിയാണ്. അതായത് അതിന്റെ സിസ്റ്റം എന്താന്ന് ചോദിച്ചാൽ, ഇത് പൊതു സംവിധാനമായതുകൊണ്ട് അറിയാൻ വേണ്ടി പറയുകയാണ്. അതായത് നമ്മളിവിടെ കൊടുക്കുന്നത് ഗ്യാസ് സ്റ്റൗ, അതുപോലെ തന്നെ കുക്കർ, അതുപോലെ തന്നെ അയൺ ബോക്സ്, ബെഡ്, അതുപോലെയുള്ള അവശ്യ സാധനങ്ങളാണ് കൊടുക്കുന്നത്. 1ാം ഘട്ടം. ഇന്നിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കൽ ആരംഭിക്കുകയാണ്. ആ വിതരണം നടന്നതിന് ശേഷം ഇനിയും മിക്സി പോലെയുള്ള ഉപകരണങ്ങൾ ഏതെങ്കിലും വീടുകളിൽ കിട്ടാതെ ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ ഇന്നലെ നഗരസഭയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മിക്സി പോലെയുള്ള അവശ്യ സാധനങ്ങൾ എന്ന് വെച്ചാൽ ആഡംബര സാധനങ്ങളല്ല, അവശ്യ സാധനമാണ് മിക്സി. അതടക്കമുള്ള സാധനങ്ങൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വാർഡ് കൗൺസിലർമാരെ ബോധ്യപ്പെടുത്തിയാൽ ആ വീടുകളിലേക്ക് ഇനിയും എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്,
ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രാദേശിക ഭരണകൂടം ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ പാക്കേജ് ആ പ്രാദേശിക ഭരണകൂടത്തെ നഗരസഭയിൽ വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ എന്റെ മിടുക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൗൺസിലർമാരുടെ മിടുക്കോ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ഒരു ടീം വർക്കിന്റെ ഭാഗമാണ്. അവർ തന്ന സഹായങ്ങൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട. കാരണം പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, നീ എന്റെ പ്രസംഗം നീണ്ടുപോയാൽ ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം തിരക്കുണ്ട്. ഏതായാലും ആ നിലയിൽ എല്ലാവരും സഹായിച്ചു. അജ്മി 50 ലക്ഷം രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെല്ലാം അത് ചെല്ലും. ഇരാറ്റുപേട്ടയിലും പൂഞ്ഞാറും തലനാടും തീക്കോയും തെടനാടും ചെല്ലും. KK പൗരാവലി നഗരസഭ നടത്തുന്ന ഈ സംവിധാനത്തിലേക്ക് വലിയൊരു തുക ഓഫർ ചെയ്ത് തന്നു. അതുപോലെ നിരവധിയായിട്ടുള്ള വ്യക്തികൾ നമുക്ക് ഫണ്ട് തന്നു. അതോടൊപ്പം നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം അത് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. പ്രളയം ഉണ്ടായതിന്റെ അന്നേ ദിവസം തന്നെ ഞാൻ ഓർക്കുന്നു, നേരം വിളിക്കുന്നതിന് മുമ്പ് PWD മന്ത്രി PK ബഷീർ എന്നെ വിളിച്ചു. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, ഞാൻ വിഷയങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം, നിങ്ങളുടെ കൂടെയുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ജില്ലയ്ക്ക് ചാർജുള്ള മന്ത്രി മോൻസ് ജോസഫും ആന്റോ ആന്റണി MPയും സെബാസ്റ്റ്യൻ MLAയും അടക്കമുള്ള ആളുകൾ വെച്ച് ജില്ലാ കളക്ടറെ വെച്ച് മീറ്റിംഗ് കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം പല മന്ത്രിമാരും നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടു. ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്ക് ചാർജുള്ള മന്ത്രി 3 വട്ടം ഇരാറ്റുപേട്ടയിൽ വന്ന കാര്യങ്ങൾ വിലയിരുത്തി. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചു. കേരള സംസ്ഥാന സർക്കാരിന്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യാപാരികൾക്ക് ആദ്യമായി വെള്ളത്തിൽ മുങ്ങിയ കടകൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. സത്യത്തിൽ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ നാടാണ് ഇരാറ്റുപേട്ട. നമ്മൾ ആവശ്യപ്പെട്ടു 2 പാക്കേജുകളാണ് നഗരസഭയുടെ ഇടപെടൽ മൂലം. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള ഐക്യമുന്നണി നേതൃത്വത്തിൽ നടന്ന നേതാക്കന്മാരുടെ ഇടപെടലിലൂടെ 2 കാര്യമാണ് ഈ നാടിന്റെ ഇടപെടൽ ഉണ്ടായത്. 2 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കടകളിൽ വെള്ളം കയറിയവർക്കുള്ള സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. ഇവിടെ വീടുകളിൽ കയറിയതിനേക്കാളും നഷ്ടം കടകൾക്കുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ പാക്കേജ് എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും വീടുകളിൽ വെള്ളം കയറിയവർക്ക് സാമ്പത്തിക സഹായം അനുവദിക്കണം നമ്മൾ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കാത്ത ഏക പ്രദേശമാണ് ഇരാറ്റുപേട്ട. അങ്ങനെയാണെങ്കിൽ സാധാരണ ഇതിനു മുമ്പൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിന്റെ രജിസ്റ്റർ വെച്ചാണ് വീട്ടിൽ വെള്ളം കയറിയ ആളുകൾക്ക് സാമ്പത്തിക സഹായം സർക്കാർ ചെയ്യാറുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അങ്ങനെ നമ്മൾ ഇടപെട്ടു. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവേശിച്ചില്ലെങ്കിലും ഇവിടെ സാമ്പത്തിക സഹായം എത്തിക്കാമെന്ന് ഏറ്റു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ കിറ്റുകൾ വിതരണം ചെയ്യുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നഗരസഭയെ സംബന്ധിച്ച് ഒത്തിരി വിഷയങ്ങൾ ഇനിയുണ്ട്. ഇന്നലെയും ഇന്നുമായി നമുക്കറിയാം 100 കണക്കിന് കടകളിൽ നിന്നും മാലിന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. നാളെ മുതൽ ആളുകളുടെ രീതിയും മറ്റുമൊക്കെ മാറും. നഗരസഭയെ കുറ്റപ്പെടുത്തും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഇത് എവിടെയാണ്, എന്താണ് നഗരസഭ ചെയ്യുന്നത്? നമ്മള് ഇന്നലെ മുതൽ ടൗണിലെ മുഴുവൻ വേസ്റ്റുകളും എന്ത് ചെയ്തു, നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയബന്ധിതമായി അത്തരം കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ റോഡുകളെല്ലാം ഗതാഗത യോഗ്യമല്ലാതായി. ഇന്നലെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ഇവിടെ വന്നു. പ്രളയമുണ്ടായതിന്റെ പിറ്റേ ദിവസം വിളിച്ചു, ഞാൻ എത്താമെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം നടന്ന പല വീഡിയോകളിലും അഭിമുഖത്തിലും പറഞ്ഞു, PK ബഷീർ മിനിസ്റ്റർ ഇവിടെ എത്തും, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് പ്രളയമുണ്ടായതിന്റെ പിറ്റേ ദിവസം മുതൽ പറഞ്ഞതാണ്. ഇന്നലെ അദ്ദേഹം വന്നു. ആദ്യം അരുവിത്തറ കോളേജിന്റെ പാലം വിസിറ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അടക്കമുള്ള ജെയിംസ് അടക്കമുള്ള കൗൺസിലർമാരോട് അച്ഛനോടൊക്കെ പറഞ്ഞത് നമ്മള് 9:30 മണിക്ക് മന്ത്രി എത്തുമെന്നാണ്. പക്ഷെ 9 മണിക്ക് മന്ത്രി എത്തി കടന്നുപോയി. അരുവിത്തറ കോളേജ് പാലം കഴിഞ്ഞ് ഓസ്ട്രേ പാലത്തിൽ വന്നു, കാരക്കാട് പോയി, അതുപോലെ തന്നെ മൊഹീദ്ദീൻ പള്ളി പാലത്തിൽ അവിടെ ചെല്ലാൻ സമയം കിട്ടിയില്ല, സമയക്കുറവുണ്ട്. പക്ഷെ മന്ത്രി കൃത്യമായി പ്രഖ്യാപിച്ചു, അരുവിത്തറ കോളേജ് പാലം PWD വകയാണ്. നമ്മുടെ തെക്കേക്കര കോസ്റ്റ് വഴിയും നടക്കത്തോട്ട് കോസ്റ്റ് വഴിയും നഗരസഭ വകയാണ്. പക്ഷെ അത് കൃത്യമായി മെയിൻ്റനൻസ് നടത്തണം. അത് വെറുതെ പ്രസംഗിച്ചു പോയതല്ല അദ്ദേഹം. ആ ആർജവം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് PWD വകുപ്പിന്റെ ഏറ്റവും വകുപ്പ് തല മേലുദ്യോഗസ്ഥനായ തിരുവനന്തപുരത്തുള്ള ചീഫ് എഞ്ചിനീയർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി അതിനപ്പുറത്തേക്കൊരു ആലോചന ഇല്ല. കാരക്കാട് പാലം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ അതിന്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല. അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം. സ്ഥലം ഇപ്പോൾ തീരുമാനിച്ചോ, ഇപ്പൊ തന്നെ പാലത്തിന്റെ തീരുമാനം ഉണ്ടാക്കാം. മന്ത്രി അവിടെ വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കോസ്റ്റ് വേ റോഡ്
അത് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നഗരസഭാ റോഡുകളുടെ കാര്യം കൂടി പറഞ്ഞു പോവുകയാണ്. ഈ പ്രളയം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ ഓർക്കണം, രാവിലെ 7:45 മണി മുതൽ രാത്രി 8 മണി വരെ ഞാൻ ഫുൾ ടൈം നിന്ന റോഡാണ് ഈ ഗോസ്വൈ റോഡ്. അന്ന് പിറ്റേ ദിവസം ടാർ ചെയ്യുന്നതിന് വേണ്ടി ഗതാഗതമൊക്കെ മാറ്റുന്നതിന് വേണ്ടി മോശപ്പെട്ട് കിടന്ന ആ റോഡ് GSP ഇട്ട് വെച്ച് നമ്മുടെ കോൺട്രാക്ടർമാർ വർക്ക് നടത്തി. നമ്മൾ അറിഞ്ഞില്ല ഹോജ സൂപ്പർ മാർക്കറ്റിന്റെ 1ാം നില വരെ പ്രിയപ്പെട്ട VM സിറാജിന്റെ ഓഫീസിന്റെ ഭാഗം വരെ വെള്ളം കയറുമെന്ന് ഓർത്തില്ല. പക്ഷെ വെള്ളം കയറി. എന്നിട്ടും ആ റോഡ് വലിയ ഡാമേജ് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരുപാട് റോഡുകൾ ഡാമേജ് ആയി കിടപ്പുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണം, ഒന്ന് സഹകരിക്കണം. ഇതെല്ലാം നമുക്ക് ശരിയാക്കാം. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈരാറ്റുപേട്ടയിലെ 8500 വീടുകളിലേക്ക് കുടിവെള്ളം ചെല്ലുന്ന 22 കുടിവെള്ള പദ്ധതികൾ. ആ കുടിവെള്ള പദ്ധതികളുടെ മോട്ടറും മോട്ടോർ പമ്പും അതിന്റെ പാനൽ ബോർഡടക്കം മുഴുവൻ പ്രളയം കൊണ്ടുപോയി. ഒരാഴ്ചയായിട്ട് വീടുകളിൽ കുടിവെള്ളം എത്തുന്നില്ല. പ്രിയപ്പെട്ട അജ്മി, പ്രിയപ്പെട്ട ഫൈസൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതിന്റെ പാക്കേജ് ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. സർക്കാർ സംവിധാനത്തിൽ അതിന്റെ ഫണ്ടുകൾ വരുന്നതിന് നിയമ തടസ്സമുണ്ട്. ഇത് ജനകീയ ജലസേചന പദ്ധതിയാണ്. അതിലേക്ക് ഫണ്ട് വകയിരുത്തുന്നതിന് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് അജ്മി എന്ത് പറഞ്ഞു, നമ്മളോട് ഫൈസൽ പറഞ്ഞു അത് നമ്മൾ പാക്കേജ് ഏറ്റെടുക്കാം. അതുകൊണ്ട് അത് അടുത്ത ദിവസം ഞാൻ അത് ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു. ഇനിയും ഈ നാടിന് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമുക്ക് ഒരുമിക്കണം. ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുകയാണ്. ഇത് നഗരസഭ പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ എന്നെ മാത്രം പിടിക്കല്ല, ഞാനത് കോർഡിനേഷൻ നടത്തി എന്ന് മാത്രം. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നന്നായി നടന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മുഖങ്ങൾ ഇവിടെയുണ്ട്. പുതുതായി പരിചയപ്പെട്ടു എന്ന് പറയുന്നില്ല, കൂടുതൽ ആത്മബന്ധമുണ്ടായ പല സുഹൃത്തുക്കളുമുണ്ട്. ആ സുഹൃത്തുക്കളുടെയൊക്കെ പിന്നെ പല നല്ല പ്രവർത്തനങ്ങളും നമ്മുടെ കുറെ ആഴ്ചയായി കാണുകയാണ്. അതുപോലെ തന്നെ റെസ്ക്യൂ ടീം അടക്കം സന്നദ്ധ സംഘടനകളടക്കം നമുക്ക് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുമ്പോൾ ആ പ്രയാസപ്പെടുന്ന ആളുകളുടെ വീടുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുറച്ചുകൂടെ കോർഡിനേഷൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ നടത്തിയാൽ റിപ്പീറ്റ് വരാതെ കൃത്യമായ അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ആ നിലയിൽ കോർഡിനേഷൻ കൂടി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് നടത്തണം. ഇനി ഒരു പ്രളയം ഉണ്ടാവാതിരിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ആറ്റിലെ മണൽ വാരൽ, ചെളി വാരൽ, ചെക്ക് ഡാമിന്റെ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ ഒന്ന് പുനഃപരിശോധിക്കണം. അത്തരത്തിലുള്ള പല വിഷയങ്ങളും ഈരാറ്റുപേട്ടയിൽ 3-4 ചെക്ക് ഡാമുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമ്മൾ കൃത്യമായ ഏകോപനം നടത്തും. സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് പിന്നെ നമ്മോടൊപ്പം നിന്ന മീഡിയ പേഴ്സൺസ്, മാധ്യമങ്ങൾ, സന്നദ്ധ സംഘടനകൾ, യുവാക്കൾ, ചെറുപ്പക്കാർ, വീട്ടുകാർ എല്ലാവരെയും ജനപ്രതിനിധികൾ അടക്കമുള്ള നഗരസഭയിലെ ഉദ്യോഗസ്ഥർ എന്ന് വേണ്ട കണ്ടിജന്റ് ജീവനക്കാർ, അവർക്ക് എത്രയോ ദിവസമായി ഇവിടെ നന്നായിട്ട് പണിയെടുക്കുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഞാൻ ഈ പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അവസാനമായ ഒരു വാക്ക് കൂടി പറയുകയാണ്. ഈ കെട്ടിടം നൈനാർപള്ളി മഹൽ ജമാഅത്തിന്റെ കെട്ടിടമാണ്. നമ്മുടെ നൈനാർപള്ളി മഹൽ ജമാഅത്തിന്റെ കെട്ടിടമാണ്. ജമാഅത്തിന്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട BP മജീദ്, അഡ്വക്കേറ്റ് സലീം അടക്കമുള്ള ആളുടെ ഉണ്ട്. അഭിനന്ദനായ ഇമാം അഷ്റഫ് സാഹിബ് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യം പൗരാവലിയും ചെയർമാനും ചേർന്നല്ലേ ചെന്നരെ ചോദിച്ച് ഉടനെ എന്ത് ചെയ്തു, അത് ഇതിന് ഉപാധി കമ്മിറ്റി തന്നു. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടില്ല. ഇന്നായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത്. മന്ത്രി ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യേണ്ട ബിൽഡിംഗ് ആണിത്. ഉദ്ഘാടനം ചെയ്യാത്ത ഇത്രയും മനോഹരമായ കെട്ടിടം നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഏറ്റവും മനോഹരമായ ഈ സംവിധാനം ചെയ്തു തന്ന നൈനാർപള്ളി മഹൽ ജമാഅത്തിനോടടക്കം ഇവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളോടും കക്ഷി രാഷ്ട്രീയ മത സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒറ്റ ടീമായി നിന്ന എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഈ നാടിന് വേണ്ടി ആത്മാർത്ഥമായി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.